അപ്നാദസ് ടി വിയുടെ സഫലമേ പൗരോഹിത്യ യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് മേലേടത്ത് അച്ഛനാണ്. നമുക്കറിയാം, കരിങ്കുന്നം സ്വദേശിയായ അച്ഛൻ സോഷ്യൽ സർവീസിലൂടെയാണ് നമുക്ക് ഏവർക്കും പരിചിതനായ കൂടുതൽ. ആ രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കഴിഞ്ഞകാല ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അച്ഛൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അച്ഛൻ ഈ സോഷ്യൽ സർവീസിലേക്ക് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാനുള്ള പ്രത്യേക കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ കുറച്ച് പുറകിലേക്ക് പോകുമ്പോൾ എൻ്റെ ആദ്യത്തെ പൗരോഹിത്യം കിട്ടിയതിന് ശേഷം കോട്ടയം ഡയസിസിൽ അച്ഛന് 1968 ഡിസംബർ 18 എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പിതാക്കന്മാരെ എവിടെയെങ്കിലും പള്ളിയിലേക്ക് വെക്കുമല്ലോ. അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ പള്ളി എന്ന് പറഞ്ഞാൽ റാണിപുരമാണ്. നമ്മുടെ കോട്ടയം ഡയസിസിൻ്റെ കോളനൈസേഷൻ സ്കീമിൽ 3ാമത്തെ കോളനൈസേഷനാണ്. ആദ്യം മടമ്പം, 2 രാജപുരം, പിന്നെ റാണിപുരം. രാജപുരം എന്ന് പറയുന്നത് മലബാർ സൈഡാണല്ലോ, അതിനോട് പേരായിട്ടാണ് റാണിപുരം എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ ഒരു 900 സിസ്റ്റം, അതായത് 10,000 ഏക്കർ തികച്ചില്ലാത്ത ഒരു കാർഡമം എസ്റ്റേറ്റ് ആയിരുന്നു അത്. അന്ന് കാസർഗോഡ് ജില്ലയില്ല, വടക്കേ ജില്ല മുഴുവൻ കണ്ണൂർ ജില്ലയില്ല. കണ്ണൂർ ജില്ല ഒന്നിച്ച് കിടക്കുക. അപ്പോൾ കാഞ്ഞങ്ങാട് എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ, കുടിയേറ്റക്കാർ രാജപുരത്തേക്ക് പോയവരും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങും. ആലുവ കാഞ്ഞങ്ങാട് ട്രെയിൻ കയറിയിട്ട് പിന്നെ ബസ് ഉണ്ടായിരുന്നു പാണത്തൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേരളത്തിൻ്റെ ബോർഡറാണ്, കേരള കർണാടക സ്റ്റേറ്റ് ബോർഡർ. ആ ബോർഡർ ചെല്ലുന്ന പാണത്തൂരിൻ്റെ ഇങ്ങനെ നേരെ മുകളിലേക്കൊരു കയറ്റമാണ് ഈ റാണിപുരം മല. അതൊരു മല തന്നെയാണ്. അന്നൊരു മഴക്കാലം വരുമ്പം വെള്ളം ഒഴുകിയിട്ടുണ്ടാകുന്ന ഒരു ചാലുണ്ടല്ലോ, അതിനെ കേന്ദ്രീകരിച്ചിട്ട് ആളുകൾ നടന്നു പോകാൻ വേണ്ടി ധാരാളം ആളുകളെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോളനൈസേഷനിൽ വന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ അത് 1000 താഴെ ഏക്കർ. അപ്പോൾ ആളുകൾ എന്ന് അവിടെ 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കർ കൂടുതൽ ഒരാൾ കൊടുക്കാനില്ല, മാക്സിമം 10 അല്ലെങ്കിൽ 5 ആ രീതിയിൽ. അപ്പോൾ വയനാട്ടിലുള്ളവർ വരെ അങ്ങോട്ട് പോയി. ആദ്യം വയനാട്ടിൽ ചില പ്രാദേശിക അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഈ വേനൽക്കാലം വരുമ്പോൾ മണ്ണ്, ചെളി മണ്ണ്, ക്ലേ അംശം കൂടുതലുള്ള വയനാട്. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടനൊക്കെ ആ വയനാട്ടിൽ നിന്ന് ഈ പറഞ്ഞ റാണിപുരത്തേക്ക് പോയി. അപ്പോൾ പല ആളുകളും ഇത് പുതിയൊരു കോളനൈസേഷൻ, അപ്പോൾ രാജപുരം ഉണ്ട്, മടമ്പം ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് പറയാം. കുടുംബ ബന്ധങ്ങളൊക്കെ ആയി, പേരപ്പനൊക്കെ മടമ്പത്ത് പോയവരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് സന്തോഷമായിട്ട് വന്നു. അപ്പോൾ ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത് പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല, കാർഡമം എസ്റ്റേറ്റ് ആണല്ലോ. പിന്നെ മൈസൂർ ഫോറസ്റ്റ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, കാട്ടാന ശല്യം, കാട്ടാന, പിന്നെ കുരങ്ങ് എല്ലാം. അപ്പോൾ പിന്നെ കാലാവസ്ഥയും കൂടെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ കുഴയാറുണ്ട്. കാരണം മണ്ണ് ഫെർട്ടൈലാണ്, എന്ത് ചെയ്താലും ഒഴിച്ചു വെച്ചാൽ ഉണ്ടാകും. പക്ഷേ കാലാവസ്ഥ അതിനെ അമുക്കിക്കളഞ്ഞു. അപ്പം ആളുകൾ വളരെ ശ്രമിച്ച് ഓരോ മാറും. അപ്പോൾ അവരാരോ പറഞ്ഞു കാപ്പിക്ക് ഏറ്റവും നല്ലതാണ്, വിദഗ്ധർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി ഡയസിസിന് വഴിയായിട്ട് ഒരു പെരുതടി എസ്റ്റേറ്റ് അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് 2 അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ആ മരയുടെ ഇങ്ങനെ വശമായത് രണ്ടും, നിങ്ങളൊരു കാര്യം ചെയ്തു, തെങ്ങ് പിടിക്കും, കമുകം പിടിക്കും, പിന്നെ കാപ്പിയും വെച്ചോളാൻ പറഞ്ഞു. ഈ 3 കാര്യത്തിൽ പ്രത്യേകിച്ച് കാപ്പി നല്ലത്, കാപ്പിയും പിന്നെ കമുകം തെങ്ങും പിടിക്കും, കാപ്പിക്ക് ഏറ്റവും നല്ലതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെ കാപ്പിക്ക് പറഞ്ഞു. അങ്ങനെ കൃഷി ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് മഴ പെയ്ത് ഈ തണുപ്പൊക്കെ ഉള്ളപ്പോൾ കൂമ്പ് ചീഞ്ഞ് തെങ്ങല്ല അങ്ങ് പോവുക, കൂമ്പ് ചീഞ്ഞ് പോവും. അപ്പോൾ പോയില്ലേ, പിന്നെ കുറച്ച് കിട്ടണമെങ്കിൽ പിന്നെ പല ഭക്ഷണങ്ങൾ എടുക്കുകയല്ലേ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ കാട്ടുപന്നിയൊക്കെ ഇറങ്ങിയിട്ട് കുത്തിപ്പറിച്ച് അത് കൊണ്ടുപോകും. ശരി, ഇതിപ്പോൾ എന്താ ചെയ്യുന്ന, കഷ്ടമാണല്ലോ. കാര്യം മണ്ണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ കിടന്ന് വിഷമിച്ചപ്പോഴത്തേക്കും പല ആശയങ്ങൾ വന്നു. അവരെല്ലാവരും കൂടി നമ്മളൊപ്പം ഈ പണത്തിൻ്റെ 1 ഏക്കറിന് ഇത്രയെന്ന് വന്നുവെച്ചാൽ അതിൻ്റെ ഇത്ര ശതമാനം അരമനയിൽ കൊണ്ട് കെട്ടിവെച്ചവർക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇല്ലാത്ത പണം ഉണ്ടാക്കി അവർ പറയും, നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തെ കിടന്ന് താലിമാല പോലും വിറ്റിട്ട് ഞങ്ങൾ കാശുണ്ടാക്കി വന്നവരാ എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് അഗ്രസീവായി, രൂപതയ്ക്കെതിരായി, അറിഞ്ഞുകൊണ്ട് ചതിച്ചു എന്നുള്ള നിലയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങി. അതൊന്നും അല്ല സത്യം. അവരുദ്ദേശിച്ചിടത്തോളം പ്രതീക്ഷ വരാതെ വന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടു. അപ്പോൾ അവരാലോചിച്ചപ്പോൾ ആദ്യം ഇത് കുടിയേറ്റം നടത്തിയത് ഒരു പന്നിപേരിൽ പിലിപ്പച്ചൻ പറയും. അദ്ദേഹം അവിടെ 8 മാസമേ നിന്നുള്ളൂ. കാരണം അവിടുത്തെ കാലാവസ്ഥ ഇതെല്ലാം ആയിട്ട്
ഇല്ല 8 മാസം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പുകപ്പര കാപ്പി കൃഷി ഉണ്ടാവില്ല, കാപ്പി ഉണക്കാൻ വേണ്ടി പുകപ്പരയുണ്ട്. പുകപ്പരന് ഒരു നല്ല ചേരുണ്ട്. ഈ പണ്ടൊക്കെ നമ്മൾ പാക്കറ്റ് എന്ന് പറയാതെ ആ ചേരിൻ്റെ പുറത്ത് കയറി കിടക്കാം. അപ്പോൾ അടിയിൽ അടുപ്പൊക്കെ വെച്ച് അവരിങ്ങനെ ഭക്ഷണം ഉണ്ട്, നമ്മുടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാലും മുകളിലത്തെ ചൂട് വെച്ചിട്ട് ഇങ്ങനെ സുഖമായി കിടപ്പാം. അപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കേട്ട് പന്നിവേലച്ചൻ വന്ന് ഒരു 8 മാസം പുള്ളി സുഖമായിട്ട് മുകളിൽ കിടന്നു. ഇവിടെ പന്നിയിറച്ചിയൊക്കെ ഓർത്തപ്പോഴത്തേക്കും വന്ന് കഴിച്ചേച്ച് പിന്നെയും പോയി കിടക്കും. ഇതായിരുന്നു പുള്ളിയുടെ പരിപാടി പോലും. പിന്നെ അട്ടയുണ്ടായിരുന്നു ഈ അട്ട അറിയാം, തോട്ടങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ താഴെ ഇറങ്ങിയാൽ അട്ടയുടെ കടി വേദനയൊന്നും ഇല്ലെങ്കിലും ചോര പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മളറിയാം നമ്മുടെ മുണ്ട് വരെ ചിലപ്പം ചോര പിടിക്കും. ഇത് കണ്ടപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നെങ്കിൽ എങ്ങോട്ട് പോവും, ഉള്ളതെല്ലാം വിറ്റ് കെട്ടിയാണല്ലോ വന്നതെന്ന് പറഞ്ഞ് ഇവരാകെപ്പാടെ ഇറങ്ങിയിട്ട് അവരതങ്ങ് അഗ്രസീവായി. എന്നിട്ട് രൂപതയ്ക്കെതിരായിട്ട് സമരം അങ്ങ് പ്രഖ്യാപിച്ചു. ഭയങ്കരമായിട്ട് വെടിവിട്ട് പോയി. രൂപതയ്ക്കെതിരായിട്ട് സമരം എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ നേതാവായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് നമുക്ക് പ്രതിഷേധം. അപ്പം രാജപുരത്തെ അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് വന്ന് നോക്കി. അപ്പം അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, വെറുതെ എസ്റ്റേറ്റ് അല്ല, അത് ചങ്ങനാശ്ശേരിയുടെ ഇപ്പുറത്ത് നമ്മുടെ കോട്ടയം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഡൈസിന് മുമ്പേ ഉള്ളതാണ് 100 ഏക്കർ മുകളിൽ മാലക്കലിനപ്പുറത്തായിട്ട്. അപ്പോൾ അവിടെയുള്ള അച്ഛന്മാരൊക്കെ വന്ന് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നമുക്ക് പോകുമ്പോഴേ ഉണ്ടാക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ഞങ്ങൾ കൂലിപ്പണിക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ എസ്റ്റേറ്റിലേക്ക് വരെ കുറേ പണി നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത്രയൊന്നും വിഷമിക്കേണ്ട, കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് എല്ലാവരും സാന്ത്വനപ്പെടുത്തി നോക്കിയെങ്കിലും ആദ്യം പോയി അച്ഛൻ 8 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് അച്ഛനുമില്ല, കുർബാനയില്ല, ഒന്നുമില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്, ഈ കുഞ്ഞുങ്ങളെ അവിടെ സ്കൂളിൽ വിടും, ഇങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. ഉടനെ കോൺവെൻറ്റ് തുടങ്ങി. അവിടെ നമ്മുടെ വിസിറ്റേഷൻകാർ 3 സിസ്റ്റേഴ്സ് വെച്ചുകൊണ്ട് ഒരു കോൺവെൻറ്റ് തുടങ്ങിയപ്പം ഒരു ജൂലിയാമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കാനാട്ടെ ബേബി സാറിന് ഒഴുക്കരുത്തിയാണ്, റിട്ടയർ ചെയ്ത പ്രൈമറി നല്ലൊരു ടീച്ചറായിരുന്നു പുള്ളി. ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പുള്ളി കയറുന്നത് തൊട്ടിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, ഈ പിള്ളേരെയൊക്കെ ഞങ്ങളുടെ മഠത്തിൻ്റെ വരാന്തയിട്ട് വിട്ടു, വേറെ ഇരുന്ന സ്ഥലമില്ല. അതുപോലെ മുറിയായിട്ട് അവരൊന്ന് പറഞ്ഞപ്പം ഇതിൻ്റെ 2ൻ്റെ വരാന്തയിലായിട്ട് നമുക്ക് ഞാൻ പഠിപ്പിച്ചോളാം. അപ്പം എല്ലാവരും സന്തോഷമായി. ഏതായാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിനല്ലോ. അന്ന് നമ്മുടെ മാലക്കല്ലിൽ ചെന്നാൽ മിഡിൽ സ്കൂളുള്ളൂ, രാജപുരത്തെ ഹൈസ്കൂളുള്ളൂ. ഏതായാലും ഇവിടുത്തെ പ്രൈമറി നമുക്ക് തുടങ്ങാം, 4 ക്ലാസ് വരെ തുടങ്ങാമെന്നും പറഞ്ഞ് 1, 2 ആദ്യം അനുവദിച്ചു, പിന്നെ 3-ാം ക്ലാസ് 4 അങ്ങനെ വന്നു. അപ്പോൾ ഒരു പരിധി വരെയായി. എന്നാലും അവർ പറയുന്നത് നമ്മുടെ ജീവിതമാർഗത്തിൻ്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരമായിട്ടില്ലല്ലോ, എന്താ വേണ്ട, ഈ രക്ഷയില്ല, നമുക്ക് രൂപതയോട് പറഞ്ഞ് പണം മേടിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോകണം പറഞ്ഞ് ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ അത് ആർക്കും കൺട്രോൾ ചെയ്യാൻ മേലാത്തവരിലേക്ക് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ ഇനി ഏത് അച്ഛനെ വിട്ടാലാ ശരിയാകുന്നതെന്ന് പറഞ്ഞ് എന്നെ വിടുന്നത്. കാരണം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു. ഇവർ വളരെ തന്ത്രപരം തറപ്പിതാവ് വന്നുണ്ടെന്ന് ഓർക്കണം, തറപ്പിതാവ് മരിച്ചിട്ടില്ല, പക്ഷേ അസുഖമാണ്. അപ്പം ഞാൻ ഒഴിവ് കോളേജിൽ ഞാൻ അതിനു മുമ്പ് കോളേജ് പഠിക്കുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ ഒഴിവ് കോളേജ് പഠിച്ച് നമ്മുടെ കോളേജിൽ ഫിസിക്സ് മെയിൻ എടുത്തിട്ട് ഫിസിക്സ് BSc പഠിച്ചത്. അപ്പം ഞാൻ MScക്ക് ഒന്ന് പോകണമെന്ന് പിതാവിനോട് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ MSc തേടെങ്കിലുണ്ടല്ലോ. അപ്പോൾ തറപ്പിതാവ് പറഞ്ഞു, അവന് വലിയ സന്തോഷമാണ് പഠിക്കുന്ന പിള്ളേരാന്ന് പറയുമ്പോഴേ. അതേ ആട്ടെ കൊള്ളാം, സന്തോഷം, പഠിക്കാമല്ലേ, ആട്ടെ എന്നാ എടുക്കാം, ഒരു കാര്യം ചെയ്യേ. ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സിനോടാണ് കൂടുതൽ ഇഷ്ടം, ഞാൻ ഫിസിക്സ് മെയിനാണ്, മാത്സ് വേണമെങ്കിലും എടുക്കാമെന്ന്. മാത്സ് ഫിസിക്സ് എടുക്കാം. മാത്സ് എടുക്കാം അല്ലേ, അങ്ങനെയാണെങ്കിലേ ആ ഒഴിവ് കോളേജിൽ പോയിട്ട് മാത്തമാറ്റിക്സ് എടുത്ത് അങ്ങ് പഠിച്ചു, അവിടെ മാത്സ് മെയിനുണ്ട് എന്നും പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ. അവിടെ ചെന്നപ്പോൾ അവിടെ 5 പേരേ ഉള്ളൂ ആകപ്പാടെ മാത്സിന് വന്നിട്ടുള്ളൂ. കാരണം അവിടുത്തെ ചീഫായിട്ടുള്ള സാർ ഇച്ചിരി ടഫായിരുന്നു. പിള്ളേർ പേടിച്ചിട്ട് ശബരിയാർ സാറെന്ന് പറയും, എടുക്കാൻ ആളാണ്, പക്ഷേ പിള്ളേർക്ക് പേടി, കണക്കല്ലേ ഒന്നാമത് മാത്സല്ലേ, അവർ പേടിച്ചിട്ട് 5 പേരാണ് ആ ബാച്ചിൽ വന്നത്. അപ്പോൾ അവർ സ്റ്റാഫ് മീറ്റിംഗ് കൂടി ഇപ്പം അന്ന് സൈമൻ കോട്ടൊരു പ്രിൻസിപ്പലൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ കൂടി ഇതെന്താ ഇനി 5 പേരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഒരു കാര്യം ഇവരെ കൂടെ ഫിസിക്സിലേക്ക് തന്നെ വിട്ടേക്കാം. അപ്പോൾ ഫിസിക്സിൻ്റെ സബ്സിഡറി ആയിട്ട് മാത്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് പഠിച്ച് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞൊക്കെ അങ്ങനെ ഒന്ന് ഏതായാലും MSW ഒക്കെ കഴിഞ്ഞ് നിന്നു. അതെ അപ്പം അല്ല BSc ഇത് കഴിഞ്ഞ്. അപ്പം ഞാൻ പതുക്കെ പിതാവിനോട് പറഞ്ഞു MSc ഫിസിക്സ് പോയാൽ കൊള്ളാവുന്നൊരാഗ്രഹം പറഞ്ഞ് അവിടെ കിടക്കുക, അവർക്കറിയാം, അവിടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു, ഏതായാലും ഇവരെ പിടിച്ചു നിർത്തണമല്ലോ, അതായത് അതിൻ്റെ വഴിക്ക് വരട്ടെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. എൻ്റെ മൂത്ത ചേട്ടൻ ഉൾപ്പെടെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ചേട്ടന് വലിയ പോപ്പുലറാണ്, ചാക്കപ്പിള്ള ചേട്ടൻ. ചാക്കപ്പിള്ള നമുക്കൊരു നാട്ടിൽ പേരുണ്ടോ, ചാക്കപ്പിള്ള ചേട്ടൻ എന്താ വേണ്ടേ, അനിയൻ ഇങ്ങനെ ഇവിടെ ഇല്ല, അവൻ നിന്നോളും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏറ്റു. അപ്പോൾ എൻ്റെ ചേട്ടത്തി ഇന്നെ പിടിക്കുകയായിരുന്നു, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ചാക്കപ്പിള്ള ചേട്ടൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, എടാ നമുക്കൊരൊക്കെ നോക്കാം, നമ്മുടെ അച്ഛൻ്റെ കൂടെ കൂടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതെല്ലാവരും അങ്ങ് സമ്മതിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചേട്ടനും ചേട്ടത്തി അവിടെയുണ്ട്, ഭക്ഷണം പോലും ഒരു പ്രശ്നമില്ല, മഠത്താർ അവരും ഒത്തിരി സഹകരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് അവിടെ വന്നു, അവിടെ മെൻറ്റാലിറ്റി അതനുസരിച്ച് ചേഞ്ച് ചെയ്തു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏത് കാര്യത്തിനുണ്ട്. അപ്പോൾ ഈ പെരുതടിക്കാർ പറഞ്ഞുള്ള അറിവ് കാപ്പി നോക്കാൻ പറഞ്ഞു. അപ്പോൾ കാപ്പി കയറ്റും അവർ തന്നെ പറഞ്ഞു നല്ല ഇനം കാപ്പി നമ്മുടെ അതിർത്തി കടന്നിട്ട് കർണാടക സ്റ്റേറ്റ് കൂർഗ് കാപ്പികളുണ്ട്. കൂർഗ് എന്ന് പറഞ്ഞാൽ അധികമില്ല, ഒരു 3 മൈൽ നടന്ന് ചെന്നാൽ പിന്നെ ഒരു ബസ്സുള്ള ഏരിയ വരും. അവിടെ നിന്ന് ബസ്സേ കയറി കുറേ കൂടെ ചെന്നാൽ ഈ പറഞ്ഞ സ്ഥലത്ത് ചെല്ലും. അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചു. ഞാനപ്പോൾ അന്വേഷിച്ചപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ അച്ഛന്മാരൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും എവിടെ ഏറ്റവും നമുക്ക് എളുപ്പമുള്ള ഒരു പള്ളി കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഒരു കാത്തലിക് ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി ചെന്നു. അവിടെ കയറിഞ്ഞപ്പം അവർ ഇങ്ങനെ ബംഗാൾ മംഗോളിയൻസ് അല്ല കേരളത്തിന് പുറത്തുള്ളവരൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ലാറ്റിനിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാത്തലിക് പ്രീസ് എന്ന് പറഞ്ഞ് ചുരുക്കിയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഫാദർ ഡോണ്ട് വറി. അപ്പോൾ നല്ല കാപ്പി അത് തന്നെയാണ് നല്ലത്. കൂർഗാണല്ലോ കാപ്പിക്ക് കൂർഗ്. അതിനൊരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ മുതലാളി അറിയാം. അവിടെ നിന്ന് നല്ല ഇനം കാപ്പിക്കുരു സെലക്ട് ചെയ്യണം. അത് പറിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛൻ്റെ ഫോൺ നമ്പറും അന്ന് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊക്കെ ഉള്ളു തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ കൊടുത്തേച്ച് വന്നു. അപ്പോൾ അതിൻ്റെ സമയം വന്നു. ഞാനവിടെ ചെന്നു. അവിടുത്തെ ഒരു അച്ഛൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിളിലിരുത്തി എന്നെ ഈ പറഞ്ഞ മുതലാളിയുടെ കയറി വന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഫാദറാണ്, ഒരു കാപ്പിക്കുരു വേണം, ഞങ്ങൾ വെറുതെ തന്നോളാം. അപ്പോൾ ഏതാണ് നല്ല ഇനം ചോദിച്ചു. അപ്പം അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇതെടുത്തെന്ന് പറഞ്ഞു ഒരു നല്ല ഇനം കാപ്പിക്കുരു. അപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് രൂപ എൻ്റെ പൈസയൊക്കെ തന്നു കേട്ടോ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ മലയെ വന്നിട്ട് അതിന് പറ്റി അവർ പറഞ്ഞതുപോലെയുള്ള തോട്ടം നഴ്സറി ഉണ്ടാക്കി വളർത്തി. അപ്പം ഈ സിസ്റ്റർ സാവിയോ BCMൽ പ്രിൻസിപ്പലായിരിക്കുന്ന ആൾ. അപ്പോൾ പിന്നെ ഒരു പോസ്റ്റ് ഓഫീസ് വേണം. അപ്പോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി പിന്നെ ഞാനിങ്ങനെ പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊരു പോസ്റ്റ് ഓഫീസ് വേണം, പാണത്തൂരിന് ഇത്രയും വരെ കയറണം. ഇതിപ്പം അത് പിന്നെ ആട്ടെ. അപ്പോൾ പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും, നിങ്ങളൊരു കാര്യം ചെയ്യും, കണ്ണൂർ ചെന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ കണ്ണൂർ ചെന്നിട്ട് കളക്ടർ എന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അവർ പറഞ്ഞിടത്തെല്ലാം പിന്നെ ഓട്ടമായിരുന്നു എൻ്റെ ജോലി. എനിക്ക് ജോലി ഇവിടെ നിന്നല്ലേ അവിടെ. അപ്പോൾ കണ്ണൂർ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു നല്ല മനുഷ്യനായിരുന്നു, കളക്ടറായിട്ടിരുന്ന ഒരു ഹിന്ദുവാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ലോഹയിട്ടുണ്ട് എന്നുകൊണ്ട് അയാൾ തന്നെ ആദ്യം ഏറ്റെഴുന്നിട്ട് ഫാദർ ഇരുത്തി വെച്ച് എന്താ കാര്യം ചോദിച്ചാൽ ഞാനിതെല്ലാം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വഴിയുണ്ട്. ഇത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലേ ആയുള്ളൂ, അപ്പം കാസർഗോഡ് ജില്ല ഇല്ലെന്ന് ഓർക്കണം. കാഞ്ഞങ്ങാട് ഞങ്ങളുടെ ബ്ലോക്ക് ഓഫീസുണ്ട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ഓഫീസ് ചെന്നിട്ട് ബ്ലോക്ക് ഡെവലപ്മെൻ്റ് എന്നാണല്ലോ. അപ്പോൾ ഓഫീസറെ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇങ്ങനെയൊരു അപ്പോൾ ഈ മറാഠീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ചെറവാസ് ആൻഡ് മറാഠീസ് ഉണ്ട്, താഴത്തെ സ്കെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ക്രീഡ് ഉണ്ട്. അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് ഉണ്ടല്ലോ, സ്വലുക്കാച്ച്. അതേ പിടിക്കാം നിങ്ങൾക്ക്. അതേ പിടിച്ചിട്ട് ആ ചുറ്റുപാടുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് ഈ റോഡ് ആവശ്യമാണെന്നുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്കാണ് ഓരോ ദൈവം കൊണ്ട് തരുന്നത്. അപ്പോൾ ഞാനത് കേട്ട് മനസ്സിലാക്കി. ഓക്കെ കാര്യമായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനച്ഛനും കൊള്ളാവുന്ന ഒരു രീതിയിൽ ഒരു ആശയം എഴുതിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതി കൊടുത്തു. അയാളെ കാണിച്ച് പറഞ്ഞു കൊള്ളാം, നന്നായിക്കുന്നത്. അയാൾ റെക്കമെൻഡ് ചെയ്തു, ഇത് ആവശ്യമായി എനിക്ക് ഈ സ്ഥലം അറിയാവുന്നതാണ്, അതുകൊണ്ട് ഇത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് അയാൾ റെക്കമെൻഡ് ചെയ്തു കണ്ണൂർ കളക്ടർ കൊണ്ടു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാനത് ഇതാക്കി തരാം, സൈൻ ചെയ്യാം, വേണ്ടതാണെന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്യുമെന്നറിയോ, തിരുവനന്തപുരം വരെ അങ്ങ് പോകാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ മന്ത്രി ഈ വകുപ്പ്, അതായത് ഹരിജൻ ഡെവലപ്മെൻറ്റ് വകുപ്പിൽ വരുന്നതാണ്. ഇത് വെച്ചിട്ട് അപ്പോൾ കളക്ടർ ബ്ലോക്ക് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കളക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് വരെ ചെന്നു. അന്നൊരു കാളാശ്ശേരി എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ, ദാമോദരൻ കളശ്ശേരി, ഒരു കോൺഗ്രസ് മിനിസ്റ്ററുടെ ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഞാൻ എന്നെ സ്ഥലത്ത് നിന്ന് വരുന്നെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയ താല്പര്യത്തോടെ കേട്ടു. സാറേ ഒരു കാര്യം ചെയ്യാമോ, ഞങ്ങളിങ്ങനെ ഒരു വഴി ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇത്രയും ഒക്കെ ചെയ്തിട്ടുണ്ടോ, അതിന് മുകളിൽ ഈ റബിൾസ് മെറ്റലിട്ട് അതൊന്ന് ബലവത്താക്കണം, പിന്നെ കുറച്ചുകൂടി വീതി കൂട്ടണം. മല ഒരു വശം വെട്ടി താഴോട്ട് ഇടുന്ന മണ്ണൊക്കെ താഴെ പോവുക. അപ്പോൾ എത്ര ഒരുപാട് വീതി വേണോ അത്രയും മല വെട്ടി കളയുക എന്നുള്ളതാണ് അർത്ഥം. അപ്പം വലിയൊരു പണിയാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കും, കൊട്ട, തൂമ്പ, കമ്പി ഇതെല്ലാം വേണം. പിന്നെ അവർക്ക് ഭക്ഷണം വേണ്ടേ സാറേ, ആ ചുറ്റുപാടുള്ള ആൾക്കാർ, അന്നത്തെ കൂലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരെല്ലാം ഞാൻ സഹകരിപ്പിച്ചോളാം, ശ്രമദാനം മതി, എല്ലാവർക്കും കൂലി കൊടുക്കണ്ട, പക്ഷേ അന്നിങ്ങനെയുള്ള ചെലവിന് വേണ്ടിയിട്ടെങ്കിലും ഉള്ള കാശ് ഒരു കുഴപ്പമില്ല, സാങ്ഷൻ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞാൽ ഏതോ ഒരു നല്ല എമൗണ്ട് തന്നു. അത് പതുക്കെ ബ്ലോക്കിൽ കൂടെ വരുള്ളൂ. ബ്ലോക്കിൽ കൂടെ വന്നിട്ട് പണിയുടെ ഡെവലപ്മെൻ്റ് അനുസരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വഴിപ്പണി ഞങ്ങൾ പൂർത്തിയാക്കി. വഴിപ്പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ റബിൾസിനുള്ള പിന്നെ പ്രോഗ്രാം ഇട്ട് എഴുതിയപ്പം അതും പാസ്സായപ്പോഴത്തേക്കും 4-5 കൊല്ലം കടന്നു പോയി. 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഉദ്ഘാടനത്തിനായിരുന്നു, സാമാന്യം ഇതായിരുന്നു.
അപ്പോൾ പെരുതിട്ടിൽ രണ്ട് അച്ഛന്മാരും പിന്നെ കുന്നശ്ശേരി പിതാവിൻ്റെ കാലത്താണ് ഇവരെ ഇവിടെ വിളിച്ചിട്ട് പെരുതിടി കൂടെ അവരുടെ എസ്റ്റേറ്റിൽ കൂടെ ഒരു 4 ഫർലോങ് നീളം കടന്നിട്ട് ആണ് അപ്പുറത്തേക്കാട്. അപ്പോൾ അവരത് സമ്മതിച്ചായിരുന്നു, ഞങ്ങൾക്കൂടെ നല്ലതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എസ്റ്റേറ്റിൻ്റെ അവിടെ വെച്ച് തന്നെ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിതാവ് വലിയ സന്തോഷമായിട്ട് പറഞ്ഞു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അച്ഛനെ പ്രത്യേകം അനുവദിക്കുന്നു, നിങ്ങളുടെ സഹകരണത്തിൻ്റെ അച്ഛന്മാർക്കെല്ലാം നന്ദിയൊക്കെ പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഞാൻ പതുക്കെ പിതാവിനോട് പറഞ്ഞു, പതുക്കെ പത്തേക്ക് കിട്ടി പിതാവ്, എനിക്ക് BSc അല്ല MSc പോകണം കേട്ടോ. ഒന്ന് ചിരിച്ചു അങ്ങ് പോയിച്ച് ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു. അപ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസൊക്കെ ഞങ്ങൾ ശരിയാക്കി. ആ ലെറ്റർ വന്നപ്പോഴത്തേക്കും ഐ വുഡ് ലൈക്ക് യു ടു ഗോ ഫോർ MSW. അപ്പം BSc എന്നുള്ള ഫിസിക്സ് എന്നുള്ളത് MSW എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രിവാൻഡ്രം ലയോളയിൽ ഒരു ഫാദർ മുരിക്കനാണ് എൻ്റെ പ്രിൻസിപ്പൾ, അതിനറിയാം, മുട്ടിച്ചറ ഭാഗത്തുള്ള. അതുകൊണ്ട് ഞാൻ ഐ വിൽ ഗീവ് എ ലെറ്റർ ടു ഫാദർ മുരിക്കൻ ഓൾസോ പഠിക്കാൻ പറഞ്ഞു. MSW എനിക്ക് ആവശ്യം, യു ഹാവ് ദ കപ്പാസിറ്റി ദ എബിലിറ്റി ടു സ്റ്റഡി ദാറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പോലും അറിയത്തില്ല. അപ്പോൾ ഞാൻ പിതാവ് പറയാം, എനിക്കറിയത്തില്ല, MSW എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല ഇതിനാന്ന്. അതൊക്കെ താനങ്ങ് ചെന്നങ്ങ് പഠിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായിക്കോളും, യു വിൽ മേക്ക് ഇറ്റ്. അങ്ങനെ അവിടെ പോയി ഫാദർ മെരിക്കനായിരുന്നു, വെൽക്കം ചെയ്തു, ഭംഗിയായിട്ട് പഠിച്ചു. മിക്സഡ് കോളേജായിരുന്നു, ആണും പെണ്ണും, സഹോദരി സഹോദരന്മാർ. ജെസ്യൂട്ട്സിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുക, ഒരു ജെസ്യൂട്ട്സിൻ്റെ 2 കൊല്ലം പഠിച്ചിട്ട് MSW 2 കൊല്ലത്തെ കോഴ്സ് മതിയായിരുന്നു. ആ 2 കൊല്ലം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി. 2 അല്ല 3 വേണമായിരുന്നു, 3 കൊണ്ട് പൂർത്തിയാക്കിയെടുത്തു. അപ്പോൾ പിന്നെ MSW പാസ്സായി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും പിതാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഡയസിസിൽ ഒരാളായില്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 7 കൊല്ലം ഞാൻ പെട്ടെന്ന് ചുരുക്കിയേക്കാം. 7 കൊല്ലം ചെയ്തു. അപ്പം പ്രോജക്റ്റുകളൊക്കെ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോജക്റ്റ് എഴുതാൻ തുടങ്ങി. ഞാൻ അയക്കുന്ന ഒരു പ്രോജക്റ്റും തള്ളിയാരും തള്ളാതിരി എല്ലാം പാസ്സായി വന്നപ്പോൾ ഒരുപാട് ഈ അച്ഛന്മാരെല്ലാം ഇരിക്കുന്ന ഓരോ ഇടവകയിൽ അച്ഛന്മാരാണ്. അവരോട് ഞാൻ അങ്ങനെ ഒരു സെമിനാർ നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഓരോ ഇടവകയിൽ ഞാൻ വരാം, അല്ലെങ്കിൽ നിങ്ങളും കൂടെ വരാം, നമുക്ക് അവിടുത്തെ പ്രശ്നം ഞാൻ നോട്ട് ചെയ്തിട്ട് നമുക്ക് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ്, പിന്നെ സാനിറ്ററി, ഹൈജീനിക്, ഡാറ്ററിൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിൽ സഹകരിച്ചു. അങ്ങനെ നല്ല പ്രോഗ്രാമായിട്ട് 6-7 കൊല്ലം ഭംഗിയായിട്ട് ഡെവലപ്മെൻറ്റ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിതാവേ, ഈ മുരിക്കനച്ഛൻ പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, യു മസ്റ്റ് ഗോ ഫോർ ആൻ അപ്ഡേറ്റിംഗ് കോഴ്സ് ഈവൻ അറ്റ്ലീസ്റ്റ് സം 3 years. അത് നിങ്ങളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കണല്ലേ, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും. ഈ സയൻസ് ഇങ്ങനെ ഗ്രോയിങ് സയൻസാണ്, യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ കുന്നശ്ശേരി പിതാന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര സന്തോഷമായി. അതിന് മറുപടി ഞാൻ തരാമെന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ കൂടെ തന്നെ എഴുത്ത് വന്നു എന്നാന്ന് പറഞ്ഞു, സോ ഇനിയും പഠിക്കണം അല്ലേ, അമേരിക്കയ്ക്ക് അങ്ങ് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പം അതിനെക്കുറിച്ച് മനസ്സിലാവും കുറച്ചുകൂടെ. പുള്ളി വലിയ സൂത്രശാലിയാണ്. അവിടെ ചെന്നതുപോലെ തന്നെ ജ്ഞാനായ മിഷൻ്റെ അച്ഛനായിട്ടാണ് എന്നെ വിടുന്നത്. ഹൂസ്റ്റൺ ഡാളസ്. അപ്പോൾ ഹൂസ്റ്റണിൽ ടെക്സസ് സ്റ്റേറ്റിലാണ്, കേരള സ്റ്റേറ്റ് തെക്കെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അവിടെ താമസിച്ചുകൊണ്ട് ഹൂസ്റ്റണും ഡാളസും തമ്മിൽ ഒരു 90 മൈലോളം അകലമുണ്ട്. അതിന് അപ്പോൾ പിതാവ് ഇവിടുന്ന് പറഞ്ഞു, സൗത്ത് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഫ്ലൈറ്റ് ഇങ്ങനെയുണ്ട്, ഫ്രീക്വൻറ്റ് ഫ്ലൈറ്റ്. അവിടെ ഒരു ഫ്രീക്വൻറ്റ് ഫ്ലയറായിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മാസത്തിലൊന്ന് ഇവിടെ കുർബാന കഴിഞ്ഞിട്ട്, ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഒരു അമേരിക്കൻ പള്ളി പിതാക്കന്മാർക്കൊക്കെ എഴുതിയിട്ട് എൻ്റെ അടുത്ത് തന്നാൽ മതി, യു വിൽ ബി വെൽക്കം ടു എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ താമസിക്കാൻ ആ പള്ളിയുടെ തന്നെ ഒരു മുറി, അവിടെ എനിക്ക് താമസിക്കാൻ നല്ല വിശാലമായി നല്ല മുറി സൗകര്യങ്ങളുമായി. എൻ്റെ ഫുഡ് അവിടെ നിന്ന് എടുക്കാവുന്നതായി. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ആയിട്ട് ആ ചുറ്റുപാടുള്ളതുകൊണ്ട് അവർ വരുന്നു, കൂട്ടായ്മ, അതിൻ്റെ പാരീഷ് ഹോളിൽ കുടിക്കോളം ഞങ്ങൾക്ക് അനുവാദം തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാളസിൽ പോകുന്നത് ഏതാണ്ട് അടുത്ത ഒരു മാസത്തിൻ്റെ 45 ദിവസം ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റ് എയർലൈൻസ്. ഇപ്പോഴും ഞാൻ എൻ്റെ ഫ്രീക്വൻറ്റ് ഫ്ലയറാണ്. അപ്പോൾ അതേ പോകുന്നു, അവിടെ ഇറങ്ങും. ഇതുപോലെ ആരെങ്കിലും അവിടെ വരും, ഒരു നീഴുകാരൊക്കെ ആയിരുന്നു എൻ്റെ അകത്തുള്ളത്. അപ്പോൾ അവർ വന്നു എന്നെ പിടിക്കും, എയർപോർട്ടിൽ വരിക, അവരുടെ കാറിൽ കയറുക, പൊക്കോളുക. പിന്നെ അവർ പറയുന്നിടത്തിട്ട് വന്ന് പള്ളിയൊന്നുമില്ല എനിക്ക്, വഴങ്ങളിലുള്ള അടുത്തുള്ള ലാറ്റിൻ പള്ളിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ അച്ഛൻ എന്നുള്ള നല്ല പറയുമ്പം കുർബാനയെല്ലാം എല്ലാവരും അനുവാദം തരും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കഴിച്ചു കൂട്ടി കാലങ്ങളൊക്കെ കാലങ്ങൾ. എത്ര കൊല്ലം അവിടെ കഴിഞ്ഞു? അങ്ങനെ അവിടെ ഒരു 9 കൊല്ലവും കൂടെ ആയി കഴിഞ്ഞു. ഹൂസ്റ്റൺ ഡാളസ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, പിതാവേ ഇങ്ങനെ ഇരുന്നൊക്കെ തരില്ലോ, ഒരു ചൂടെ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹയർ സ്റ്റഡീസ് ഇച്ചിരി ആയില്ലല്ലോ, ഇങ്ങനെയാണ് എനിക്ക് എന്നെ പഠിക്കുക. ഞാൻ പറഞ്ഞു ജെറൻറ്റോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കിട്ടി ഞാൻ പഠിക്കുമ്പോൾ. ജെറൻ എന്ന് പറഞ്ഞ ഓൾഡ് മേൻ എന്നാണ് ഓളജി, ഈ ഓൾഡ് മേൻ്റെ ഓളജി. അപ്പോൾ ഞാൻ ഇത് തന്നെ ഇടപാടാ. അപ്പോൾ ഡെൻറ്റൺ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഇപ്പോൾ ബുസ്റ്റണിൽ നിന്നൊരു ഈ പറഞ്ഞ വലിയ അകലമില്ല, ഒരു
ഞാനവിടെ ചെന്നു എൻ്റെ ഇത് ബ്രോഷറൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കിത് ഇഷ്ടമായി. താനവിടെ ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെ ജെറന്റോളജി പഠിച്ചിട്ട് അവിടെ ഇങ്ങ് താമസിച്ചപ്പോഴത്തേക്കാണ് സീനിയർ സിറ്റിസൺസിൻ്റെ ഇതിനെക്കുറിച്ച്. അപ്പം തിരിച്ചു വന്നു, ഡിഗ്രി എടുത്തു. ഡിഗ്രി തിരിച്ച്, അതായത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഏജിങ്. അതിവിടെ വന്നിട്ട് പിന്നെ ഞാൻ നോക്കി. അപ്പം അവിടെ ഇരിക്കുന്ന ആ സമയങ്ങളിൽ എനിക്ക് ചെറിയ പള്ളിയിൽ കുർബാനയില്ലായിരുന്നു, അവിടെ താമസിക്കുകയും ചെയ്യാം. ക്വസ്റ്റ്യൻ ചാർജ് വിട്ടു. ക്വസ്റ്റ്യൻ ചാർജ് വേറെ ആളെ ഇവിടെ വിടും. അപ്പം ഞാൻ അവിടെ തന്നെ തങ്ങി. അവിടെ തങ്ങിയപ്പോഴത്തേക്കും ആ പള്ളി വിട്ടുകൊണ്ട് ഇവിടുത്തെ ഇങ്ങനെയുള്ള അവിടുത്തെ ലോക്കൽ ഇതായിട്ട് പറയും. അപ്പം ഡാളസിലെ ഈ ഡെവലപ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഇത്രയും സൗകര്യങ്ങളും ചെയ്തല്ലേ. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും പഠിക്കണം. അപ്പോൾ എന്താ പഠിക്കുന്നത് ആലോചിച്ചത്. ഇപ്പം ജെറന്റോളജി എന്നുള്ള സബ്ജക്റ്റോട് ഞാൻ തന്നെ അപ്പോൾ ഇത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അവിടെ പോയി അഡ്മിഷൻ വാങ്ങിച്ചു, ജെറന്റോളജി പഠിച്ചു. അപ്പോൾ ജെറൻ എന്ന് പറഞ്ഞ ഓൾഡ് മാൻ എന്നാണ്. ഓൾഡ് മാനിൻ്റെ ഓളജി, അവനെ സംബന്ധിച്ചുള്ള ഓളജി. അപ്പോൾ അവൻ്റെ സയൻറ്റിഫിക്കായിട്ട് ശരീരത്തിൻ്റെയും മാനസികമായിട്ടും എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശം. ആ ജെറന്റോളജിയും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇത് ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഞാനൊരു പ്രസ്ഥാനം തുടങ്ങി, സാഗ എന്ന് പറഞ്ഞ്, സീനിയർ അസിസ്റ്റൻസ് ഫോർ ഗ്രേസ്ഫുൾ ഏജിങ്. അപ്പോൾ ആ ഏജിങ്ങിനെ ഞാൻ അങ്ങോട്ട് സെൻട്രലൈസ് ചെയ്തു. അതായത് സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് സീനിയർ അസിസ്റ്റൻസ് ഫോർ ഗ്രേസ്ഫുൾ ഏജിങ്. നമ്മുടെ ഗ്രോത്ത് അനുദിന ഗ്രോത്താണ്. ആ ഗ്രോത്തിന് എങ്ങനെ ഗ്രേസ്ഫുൾ ആക്കാം, അതാ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ വീട് കരിങ്ങുന്നതാണ്. ഇവിടുന്ന് കരിങ്ങുന്നത് വ്യാഴാഴ്ച വൈകിട്ട് കാപ്പിയുടെയും കഴിഞ്ഞ് പോയാൽ 4 മണിത്തെ കാപ്പിയും കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ്. ഒരു ഫ്രൈഡേ ഉച്ച കഴിഞ്ഞ് 3 to 5 ശനിയാഴ്ച നമ്മുടെ റാലെന്ന് പറഞ്ഞൊരു 3 മൈൽ അകലെ വേറെ സ്ഥലം, അവിടെയും അതും കഴിഞ്ഞ് വൈകിട്ട് ഞാനിവിടെ വരും. ഇപ്പോഴും ഞാൻ വെള്ളി ശനി വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ആളുകളവിടെ നല്ലപോലെ വരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രോഗ്രാം നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാനും ഹാപ്പിയാണ്. ആ ഗ്രേസ്ഫുൾ ഏജിങ് എന്നുള്ളത് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എങ്ങനെയാണ് ആൾക്കാരെ കാണുന്നതാണോ? എങ്ങനെയാണ് അവർ വരും? ഞങ്ങളൊരു പള്ളിയുടെ ഒരു സ്ഥലം വാടകയ്ക്കും എടുത്തു, അല്ല ഫ്രീ ആയിട്ട് തന്നു, റെൻറ്റ് ഫ്രീ ആയിട്ട്. അവിടെ ഒരുമിച്ച് കൂടും. ഉച്ച കഴിഞ്ഞ് 3 to 5 എല്ലാവരും വരും. നാനാ ജാതി മതസ്ഥരാണ്. പേരുണ്ട്? ഒരു 70 പേരോളം അതിൻ്റെ അകത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 30-35 ആവറേജ് എല്ലാ വെള്ളിയാഴ്ച. എന്താണ് പരിപാടി? വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതായത് ഏജിങ്ങിനെ എങ്ങനെ ഗ്രേസ്ഫുൾ ആക്കാം. അപ്പോൾ ഏജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ 3 കാര്യം, പ്രത്യേകിച്ച് ഫുഡ്, ഭക്ഷണം, പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലും, പിന്നെ ജോലി ചെയ്യും, ശരീരത്തിന് ആവശ്യമായ വ്യായാമം വേണം. ആ പ്രായത്തിൽ കൊള്ളാവുന്ന വ്യായാമം, പിന്നെ അതിന് പറ്റുന്ന ഫുഡ്, കഴിക്കാവുന്ന ഫുഡുകൾ, കഴിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ വേൾഡ് ട്രയാങ്കിളുണ്ട്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്ത ഇൻ്റർനാഷണൽ വാല്യുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതെടുത്ത് വെച്ചിട്ട് ഇവരെല്ലാം പഠിപ്പിച്ചു. ഇതാണ് താഴെ ജോലി ചെയ്യുന്നത്, ഇവിടെ എന്നാ തിന്നാണ്. നമ്മുടെ നെല്ലും കപ്പ ഉണ്ടല്ലോ, ദോഷം ചെയ്യും, പക്ഷേ മിതമായിട്ടത് വേണം, ധാന്യം കിട്ടാനുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇട്ടിട്ട് ഓരോ കോളത്തിൽ എടുക്കാമെന്ന് വെച്ച് പഠിപ്പിച്ച് അവർക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ വൈൻ ആൻഡ് ഓയിൽ എന്ന് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ ട്രയാങ്കിളിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും കുറച്ച് വൈൻ ആൻഡ് ഓയിൽ. ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണയംശം കുറയ്ക്കണം ആവശ്യമാണ്. വൈൻ എന്ന് പറഞ്ഞാൽ മദ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തരം മദ്യത്തെയും കൂടെ കൂട്ടിയാണ് ഈ വൈൻ പറയുന്നത്. ഇത് രണ്ടും തുടരുമെന്ന് പറയുന്നില്ല, ചെറിയ രീതിയിലേ ആകാവുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും വലിയ വിശാലമായിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ട്രയാങ്കിളായിട്ട് ഒതുങ്ങി അപ്പം നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പ്രധാനമായിട്ടത്. അപ്പം നമുക്ക് എന്ത് തിന്നാം, എന്ത് തിന്നതല്ലെന്നറിയാം. പിന്നെ ഭക്ഷണം ഇതെല്ലാം നിങ്ങളെല്ലാവരും കൂടെ കൂടി ചർച്ച ചെയ്യുന്നു. അവസാനം ഒരു ചായ ആരെങ്കിലും സ്പോൺസർ ചെയ്യും. അപ്പോൾ അത് ഞങ്ങൾ ഒരു കമ്മിറ്റിയുണ്ട് രജിസ്റ്റർ ചെയ്ത്, എൻ്റെ പഴയ SLC ബാച്ചിനെല്ലാം കൂടെ കൊടുത്തിടും. അവർ പറയും നല്ല പുതുമയുള്ള പരിപാടി, കൂട്ടായ്മ എല്ലാ ആഴ്ചയിലും കൂട്ടായ്മയുണ്ട്. അതോ ജാതി മത ഭേദമില്ല എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവാണ്. അതിന് സ്ത്രീയുണ്ട്, പുരുഷന്മാരും ഉണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്, എല്ലാവരും. കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളില്ല ഈ പറയപ്പെട്ട. ഏകദേശം ഒരു 60 വയസ്സിൽ പൊക്കത്തിലുള്ള. എങ്ങനെയാണ് 60 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരെല്ലാവരും പറയും. ഗവൺമെൻറ് തരത്തിലല്ല, സാധാരണയുള്ളൊരു 60+, കറക്റ്റായി റൈറ്റ് 60+എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ പറയുന്നത് അറിയാമോ, ദൈവം നമുക്ക് 120 വരെ അനുവദിച്ചിട്ടുണ്ട്. ജെറന്റോളജിസ്റ്റ് അത് ഏതാണ്ട് സമ്മതിക്കുന്നുണ്ട്, 120 വരെ മനുഷ്യന് പോകാം. പക്ഷേ അപൂർവമായിട്ട് പോകുള്ളൂ, എങ്കിലും പോകാം എന്നുള്ള 120 ഉണ്ടെങ്കിൽ. ഞാനും പറഞ്ഞു അറ്റ്ലീസ്റ്റ് 90 വി ക്യാൻ കവർ എന്ന് പറഞ്ഞു. അതേ ഞങ്ങൾ പിടുത്തമാണ്. ഇവിടെ 65 ആകുമ്പോൾ റിട്ടയർമെൻ്റ് ആയല്ലോ, ഇപ്പം തന്നെ അതിന് മുമ്പേ ആയിട്ടുണ്ട് യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അത് യങ്സ്റ്റേഴ്സിന് ജോലി കൊടുക്കാൻ ഗവൺമെൻറ് ഒരു പോളിസി തന്നെ ഉള്ളൂ, നിങ്ങൾ വിരമിച്ച് പോയിരിക്കാനല്ല പറയുന്നത്. ആയിക്കോട്ടെ, വലിയ ജോലി എന്ന് പറഞ്ഞിട്ടോ എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞുള്ള ഡിപ്രഷനിലേക്ക് പോകരുത്. നല്ല ഉദ്യോഗസ്ഥനൊക്കെ 45 60 ആയതുകൊണ്ട് എൻ്റെ ജോലി പോയി, ഇനിയിപ്പോൾ എന്നാ ഇച്ചിരി പെൻഷനും കിട്ടും, അതുകൊണ്ട് വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളങ്ങ് ഡിപ്രസ്ഡാകും. നോ, അങ്ങനെയല്ല. നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ചുറ്റുപാട് പ്രയോഗിക്കാൻ പറഞ്ഞു.
നിങ്ങൾ നോക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്പമെങ്കിലും സ്ഥലമില്ലേ? ഒരു 10 ചുവട് തെങ്ങുണ്ടെങ്കിൽ ഇതുവരെ തൂപ്പായിട്ട് കളിച്ചിട്ടില്ലല്ലോ, ഒന്ന് കളച്ച് നോക്കി, എടുക്കുമ്പോൾ പതിഞ്ഞ് പോരെ, വീട്ടിൽ വന്നിട്ട് ആയി പിടിച്ചു വന്ന് വിശ്രമിക്കാൻ പാടില്ലേ? അങ്ങനെയെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കും പ്രായോഗികമായിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടും, അതിങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ ഓരോരുത്തർ എക്സ്പീരിയൻസ് പറയും. വളരെ രസമാണ്. ഞാനൊന്ന് തുടങ്ങി കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ അവർക്ക് തന്നെ അറിയാം എന്തിനാണ് വരുന്നതെന്ന്. അതുകൊണ്ട് അവർക്കൊരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. 2 മണിക്കൂർ പോകുന്നു അറിയുന്നില്ല എന്നവർ പറഞ്ഞു. ആ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ അവർക്കാ സങ്കടം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും പിന്നെ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്തു, കുറച്ചുള്ള പൊളിഞ്ഞ് പോരെ, അച്ഛനോട് ഇരുന്നാൽ മതി, ഞങ്ങൾ പരിപാടി നടത്തിക്കോളാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെയുള്ള ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ കാര്യം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ സീനിയേഴ്സിൻ്റെ അയാൾ വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കൽ ഞാൻ ചെയ്തു, സാറേ നല്ല ക്ലാസ്സാണല്ലോ, സാർ ഇത്രയും ഇൻട്രസ്റ്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇത്രയും പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ കാണിക്കണമെന്നില്ല ഇവിടെ എന്ന് പറഞ്ഞു. ഇല്ല സാറേ, അത് സാരമില്ല, ഞങ്ങൾക്കിപ്പോൾ സാറ് പോകണ്ട, അവിടെ നിന്നു. ഒന്നെങ്കിൽ അയാൾ വരും, അല്ലെങ്കിൽ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവിടെ ഒരു പ്രൈമറി ഇതുണ്ട്, ആയുർവേദ ക്ലിനിക്കുണ്ട് അടുത്ത് തന്നെ, ഗവൺമെൻറ് വക. അവിടുത്തെ ഡോക്ടേഴ്സിനെ വിളിക്കും. അവർക്ക് ഇവിടെ വന്ന് കണ്ടാൽ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും താല്പര്യമാണ്. കാരണം അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, നാനാജാതി മത്സരാത്. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു സ്പർദ്ധയോ കുതിപ്പോ അല്ലെങ്കിൽ അതൊന്നുമില്ല. ന്യായമായ തമാശയും പറഞ്ഞ് ഇച്ചിരി കളിയാക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളില്ലാതെ ഒഫൻസീവായിട്ടൊന്നും പറയത്തില്ല. വളരെ ഇൻട്രസ്റ്റിങ്ങാണ്. അതായത് ഒരിക്കൽ വന്നയാൾ പിന്നെയും വരും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല, ഇവരും വിടുന്നില്ല. ഇനിയും പോകണോ? അവരും വിടുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയേക്കാം, എനിക്ക് തന്നെ. അപ്പം അച്ഛനെ ആ ശുശ്രൂഷ അമേരിക്കയിലെ കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്ന ഏതെങ്കിലും പള്ളികളിൽ? നാട്ടിൽ വന്നിട്ട് KSFലാണ് പള്ളിയിലിരുന്നത്. ചുരുക്കം പള്ളി താമസിച്ചുണ്ട്, കിഴക്കേനട്ടാശ്ശേരി പള്ളി, അവിടെ താമസിച്ചിട്ടുണ്ട്. അത് ആദ്യമേ ഇത് നമ്മുടെ കോട്ടയത്ത് SH മൗണ്ടിലുള്ള അവിടെയായിരുന്നു ഓഫീസ്. അപ്പം അന്നേരം എങ്ങും പോകാൻ പറ്റില്ല. പിന്നെ ഒളശ, ആദ്യം ഞാൻ പറഞ്ഞത് അവിടെ ഒളശയെന്ന് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ രാവിലെ ഇവിടെ വരും. ഒളശപ്പള്ളി താമസിച്ചുകൊണ്ട് അവിടുത്തെ കുർബാനയും ചെല്ലിച്ച് രാവിലെ ഇവിടെ വരുന്നു. SH മൗണ്ടിൽ വന്നിട്ട് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ കിഴക്കാനട്ടാശ്ശേരിയിലേക്ക് മാറ്റി. കിഴക്കാനട്ടാശ്ശേരി താമസം ഇവിടെ തന്നെ, ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല. ആ പള്ളി പണിച്ച് ഞാൻ ഇപ്പോൾ അവിടെയുള്ള പള്ളി പണിച്ചതിൻ്റെ നേതൃത്വത്തിൽ കൂടെ. അപ്പം നീലേട്ടെ കുഞ്ഞ് ഇങ്ങനെ കുറച്ച് കാശുള്ളവരൊക്കെ ഉണ്ട്, പൈസക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ സംഘടിപ്പിച്ച് നല്ല പള്ളിയൊക്കെ ആക്കി. അപ്പോൾ എനിക്കൊരു അപ്പസ്റ്റോലിക് വർക്ക് സോഷ്യൽ സർവീസുമായിട്ടുള്ള ഇപ്പം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. KSS എത്ര ആൾ അച്ഛൻ ഉണ്ടായിരുന്നു? KSS 7 കൊല്ലത്തോളം കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പുറത്ത് പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം പോയി, യു ഗോ ടു അമേരിക്ക. പിന്നെ അമേരിക്ക പോയി? അമേരിക്ക പോയിട്ട് ജെറന്റോളജി പഠിക്കാൻ. അത് അമേരിക്ക ശരിയാണ്. ജെറന്റോളജി പഠിച്ചു, തിരിച്ചു വന്നു. അപ്പം എനിക്ക് തോന്നി ഇത് പഠിച്ച് നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ ഇവിടെ അല്ല ചെയ്യും, എനിക്ക് വേണേൽ അവിടെ നിൽക്കാമായിരുന്നു. ഇല്ല, ഞാൻ നാട്ടിൽ വരിക എന്ന് പറഞ്ഞു. നാട്ടിൽ വന്നിട്ട് പ്രധാനം പറഞ്ഞു ഞാൻ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുഴപ്പം, സന്തോഷമല്ലേ ഉള്ളൂ. അങ്ങനെ വന്നു. കരിങ്ങുന്നം സ്വന്തം ഇടവകയിൽ വന്നു. പിന്നെ അവിടെയുള്ള അത് കഴിഞ്ഞ് ഇടവക ഇരുന്നില്ല അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഇടവകയിലേക്ക് പോയി. കാരണം എനിക്ക് പിന്നെ സ്വന്തം ഇടവകയെ താമസിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട പണിക്ക് നടക്കാം. പിന്നെ ഇടവക പറഞ്ഞാൽ എല്ലാം കൂടെ പോവുകയില്ല. കാരണം ഇപ്പോൾ അവിടെ ഇവിടെയും കൂടെ 3 സെൻറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ വേണം, അടുത്തടുത്ത് വേണം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് അങ്ങ് കടന്നുപോയി. ഇനിയിപ്പം ഞാൻ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞാൻ അവിടുത്തെ ഡയസിസിൽ ഇൻകാർണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം രൂപതയിൽ നിന്ന് പറിച്ച് എന്നെ അങ്ങോട്ട്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ബിഷപ്പിന് എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അമേരിക്കയിലെ ഡെന്റലി ജെറന്റോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അടുത്ത പള്ളിയിൽ പോയി കുർബാന ചെല്ലണമായിരുന്നു. ഞാൻ ചെന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് കുർബാനയെല്ലാം ഞാൻ പഠിച്ചു. ഹൂസ്റ്റൺ തൊട്ടേ പഠിക്കുന്നുണ്ട്, സായിപ്പിൻ്റെ തന്നെ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് കുർബാന ചെല്ലുന്നപ്പം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് അപ്പോൾ അവിടുത്തെ ബിഷപ്പിനെ കാണാൻ ഫോർട്ട് വർത്ത് എന്ന് പറയും, നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്താണ് ഫോർട്ട് വർത്ത്, ഡാളസ് ഫോർട്ട് വർത്ത്. അവിടുത്തെ ബിഷപ്പിനെ കണ്ടപ്പോഴും പുള്ളിക്ക് ആകപ്പെടെ വന്ന പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവിടെ അച്ഛന്മാർ കുറവാണ്, അവർ വിഷമിച്ചിരിക്കുക. ഫർ ജോസഫ്, വൈ ഷുഡ് യു ഗോ ബാക്ക്, ഐ ലൈക്ക് യു, യു സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് മുകളിലൊരു പിതാവുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിങ്ങനെ കോട്ടയം ഡൈസ്. ഓക്കെ ദെൻ യു കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാം, പക്ഷേ ബെറ്റർ ദാറ്റ് യു കോണ്ടാക്ട് യുവർ എക്സലൻസി, കാരണം ബിഷപ്പ് അല്ലേ. ഐ ക്യാൻ ഡു ദാറ്റ്, ഗീവ് മീ ഹീസ് അഡ്രസ് ആൻഡ്. അന്ന് ഈ പറഞ്ഞ ഇത്ര ഇമെയിൽ ഫെസിലിറ്റി ഇല്ല, പിന്നെ ലോങ് കോൾ ചെയ്യാം നമുക്കല്ലേ എന്നാ നിൻ്റെ അങ്ങനെ ഏതാണ്ടേ ഉള്ളൂ, അല്ല പിന്നെ എഴുത്തേ ഉള്ളൂ. എല്ലാം കൊടുത്തു. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം കുന്നശ്ശേരി പിതാവിൻ്റെ കാലമല്ലേ, കുന്നശ്ശേരി നല്ല കണ്ണുള്ളവനും കൂടെ ആണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളിക്ക് അറിയാൻ ചെയ്യാലും. അപ്പോൾ എന്നോട് പറഞ്ഞു കുന്നശ്ശേരിയുടെ ഫാദർ ജോസഫ്, ആ ബിഷപ്പ് ഇന്ന ബിഷപ്പ് തന്നെ തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തന്നെ ചോദിക്കുന്നതാണ്. അവിടെ അച്ഛന്മാരുടെ അതിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ട്, യൂസ് ചെയ്യാം, ആടെ ചേർന്നോളാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ആ ബിഷപ്പിനും ഭയങ്കരം, കുന്നശ്ശേരിക്ക് ഒരു നല്ല കാര്യം ചെയ്തിട്ടെന്നുള്ളതേ ഉള്ളൂ. കാരണം എന്നെ ഇത്തരം ചെയ്തപ്പോൾ പുള്ളിക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തുകാരനാണ് എപ്പോഴും. ഞാൻ എല്ലാ കൊല്ലം പോകുന്നുണ്ട്, റിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ അമേരിക്കൻ സിറ്റിസണുമായി. ആണല്ലേ? അമേരിക്കൻ സിറ്റിസണായി. ആദ്യം ഇങ്ങനെ ഗ്രീൻ കാർഡിൽ നിന്നു. ഗ്രീൻ കാർഡ് പോയിട്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ അർത്ഥമുണ്ടല്ലോ. അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തു. ഈസി ആയിട്ട് കിട്ടി, ഒരു കുഴപ്പമില്ല. നമ്മുടെ പേരിൽ യാതൊരു ബ്ലാക്ക് മാർക്കറ്റും ഇല്ല. എന്നിട്ട് ഇപ്പോൾ അമേരിക്കൻ സിറ്റിസണാണ്. അപ്പോൾ ഈ കരിങ്ങുന്നം എത്ര നാൾ അവിടെ താമസിച്ചു? കരിങ്ങത്തൊരു
9 കൊല്ലത്തോളം താമസിച്ചു. അവിടെ താമസിച്ചു അല്ലേ? അവിടെ നിന്ന് അടുത്തുള്ള പള്ളിയിൽ കൂടെയൊക്കെ മാറിയ അങ്ങനെ 3-4 സെൻറ്ററുകളുണ്ടായിരുന്നു. സൗകര്യം അനുസരിച്ച് വിചാരിച്ച് ശനിയാഴ്ച അല്ലെ വ്യാഴാഴ്ച വൈകിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും വ്യാഴാഴ്ച പോയിട്ട് ആദ്യം വീട്ടിൽ താമസിച്ചിട്ട് പിന്നെ അങ്ങ് പോകും. ചേട്ടൻ മാത്രമേ ഉള്ളതുകൊണ്ട്. പിന്നെ ചേട്ടൻ്റെ പിള്ളേരൊക്കെ ആൺപിള്ളേരൊക്കെ ഉണ്ട്. ഒരാൾ കുവൈറ്റിലുണ്ട്, 2 പേർ UK യിലുണ്ട്. പിള്ളേരില്ലാഞ്ഞിട്ടല്ല, പിള്ളേർക്ക് ഇങ്ങനെ പറക്കാൻ പറ്റി പോകുന്നുണ്ടാണ്. ചേട്ടത്തി. അപ്പോൾ അച്ഛൻ അതിനുശേഷം പിന്നീട് സോഷ്യൽ സർവീസിൽ ഈ സാഗ അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട്, ഒത്തിരി ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ സർവീസിൻ്റെ ആഭിമുഖ്യത്തിൽ വരുന്ന ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെയുണ്ടല്ലോ ഒത്തിരി സെൽഫ് എംപ്ലോയ്മെൻറ്റ് പദ്ധതികളെക്കുറിച്ചൊക്കെ വീടോ മരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ വഴികളെ ഞാൻ ഡയറക്റ്റ് ചെയ്തു. വഴികൾ ഡയറക്റ്റ് കൊടുത്തിട്ട് അത് ചെയ്തിട്ട് അത് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പം എൻ്റെ സർവീസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ സാഗ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഒരു എനർജൈസറായി. അപ്പം ഓരോരുത്തർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോകുമ്പോഴുണ്ട് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിങ്ങനെ ഈ ജനമൈത്രി പോലീസുകൾ വന്നപ്പം ഞങ്ങൾ പറയും, നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കാരണന്മാർ അവർ വീട്ടിൽ കൂടെ പോയി വരില്ല. എൻ്റെ ചേട്ടനോട് പറഞ്ഞോട്ടെ, ഏത് പാതിരായ്ക്കുമായിട്ട് ഈ നമ്പർ, ഇത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ നമ്പറാണ്. ഈ നമ്പർ വിളിക്കുമ്പോൾ ഒരു ഡ്യൂട്ടി പോലീസ് അവിടെ കാണും, ഞാനല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട്. ഇന്ന അടുത്തുനിന്ന് വിളിക്കുകയാണ്, അതാണ് മേലെ അടുത്തുനിന്ന് മത്തായി എന്നെ പേര്, ഇന്ന അടുത്തുനിന്നാണ്, എൻ്റെ നമ്പർ ഇതാ സാറേ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നിമിഷങ്ങൾക്കകം ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ഏത് പാതിരായായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെയുള്ള ഇവരെ പ്രോത്സാഹിപ്പിക്കും. ആ രീതിയിലൊക്കെ വന്നപ്പോഴത്തേക്കും അവരൊക്കെ കൂടി ഒരു നല്ല കമ്മ്യൂണിറ്റി. ഈ സാമൂഹ്യ സേവനം ഒരു ബൈ ചാൻസ് വന്ന ഒരു സംഭവമല്ലേ? അതെ അതെ. പ്രതീക്ഷിക്കാതെ തന്നെ പ്രതീക്ഷിക്കാതെ ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റ് വന്നു. ഉടനെ പിന്നെ ആ ലൈനിൽ പിടിച്ച് കയറുകയത്. ഞാൻ നോക്കുമ്പോൾ പിന്നെ ഈ ലാബിൽ കുത്തിയിരുന്ന ഈ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കെമിക്കൽസൊക്കെ ഒഴിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് ഇതെന്നുള്ള നിലയിലേക്ക് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും ഞാൻ അനലൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ വേഴ്ചയും പോകുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നുണ്ട്. പോയിലെ കൂട്ടുകാർ ഇവിടെ താണെന്ന് പോകുന്നില്ലടൂ, ഇല്ല ഞാൻ നാളെ രാവിലെ പൊക്കോളാം. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അതെനിക്കൊരു സന്തോഷമാണ്. അതിന് ആത്മസംതൃപ്തി ഉണ്ടോ? ഓ തീർച്ചയായിട്ടും ആത്മസംതൃപ്തിയുണ്ട്. ഇത്രയും പേർക്ക് ഒരു നല്ല ഉപകാരം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു അതുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ വേറെ എത്ര പേരുണ്ട്? വേറെ എനിക്ക് 2 ചേട്ടന്മാരാണ്. മൂത്ത ചേട്ടൻ മരിച്ചുപോയി, 2ാമത്തെ ചേട്ടൻ കരിങ്കുന്നത്ത് ഇപ്പോഴും ഉണ്ട്. ആ ചേട്ടൻ്റെ കൂട്ടത്തിൽ അത്താഴം കഴിക്കാനായി വ്യാഴാഴ്ച വൈകിട്ട് പോകുന്നത്. ഇവിടുന്ന് ചായം കടിച്ചു പതുക്കെ താഴെ ഇറങ്ങി നിന്ന്. എത്ര വയസ്സായി? തൊടുപുഴ. എനിക്കിപ്പം വയസ്സ് പറഞ്ഞാൽ അധികമൊന്നുമില്ല, 80+ 82ആയി. അച്ഛൻ അത്ര ആ ഒരു 80യുടെ ആ ഒരു ഇതില്ല. അതിനച്ഛൻ്റെ ആ ഇപ്പോഴത്തെ 82 ചുറുചുറുക്കോട് ഓടി നടക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. 90 ഞങ്ങൾ ഇവർക്ക് വെച്ചേക്കുന്നത്. നമുക്ക് ഒന്നിച്ച് പിടിക്കാം 90+. അവിടെ വരുന്നവരധികം 80+കാരുണ്ട്. നമുക്ക് 90 എങ്ങനെ കിടക്കണം. 120 വരെ വെച്ചിട്ട് 90 വരെ എടുത്തില്ല, മോശമല്ല. 120 നമ്മുടെ ഇങ്ങനെ ചലഞ്ച് ടാർഗറ്റ് നമ്മുടെ ഈ ക്ലാസ്സിലുള്ളവരോട്. ശരിയാച്ചാ നമുക്ക് പിടിക്കുക, പെണ്ണുങ്ങളും വരും. എന്നാൽ ശരിയാടാ നമുക്കൊന്ന് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പം ഈ ഫുഡിൻ്റെ ഈ ലിസ്റ്റ് അങ്ങ് എടുത്തു, ട്രയാങ്കിൾ എടുത്തു. പറഞ്ഞവർക്കുണ്ടതേ ഇവിടെ കഴിക്കാവുന്ന ഇതൊക്കെ. ശരി, വെള്ളം അടിക്കുന്നുണ്ട് പറയുന്നേ, നിങ്ങൾ തൊട്ടിരുന്ന് പറയുന്നില്ല. നോക്കി ഏറ്റവും മൂലയിലത്തെ ട്രയാങ്കിളല്ലേ, ഇവിടെ എണ്ണയും ഇവിടെ ഇതുവാ, എണ്ണയും കുറയ്ക്കണം വെള്ളം കുറയ്ക്കണം, തൊട്ടിരുന്ന് പറയുന്നില്ല. അപ്പോഴും സന്തോഷമായി ഒരു ഇച്ചിരി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. ജോസഫ് മേലെടുത്തച്ഛൻ്റെ കഴിഞ്ഞകാല ജീവിതം, സാഹചര്യങ്ങളും അച്ഛൻ കടന്നു പോകുന്ന വഴികളും എല്ലാം നമ്മളോട് വിശദമായി സംസാരിച്ചു. അച്ഛൻ സാമൂഹ്യ സേവനമാണ് അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അച്ഛൻ്റെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതത്തിലും 80 അച്ഛൻ ഇനി 120 വരെയാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം. അതിലേക്ക് വഴി തെളിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.